കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടത് നല്ല അവലും ഏത്തക്കായും കൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഏത്തക്കാ പൊരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിന് വെറൈറ്റി ആയിട്ട് ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവലും കൊണ്ടൊക്കെയുള്ള നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് 1/4 കപ്പ് മൈദ ഇടാം. ഒരു ഏത്തക്കയുടെ പകുതി ഇതിലേക്ക് അരിഞ്ഞിടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്ക് നിറമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇതുപോലെ നമുക്ക് 1 നുള്ള് ഉപ്പൂടി ഇടാം. ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാവേ. ഇത് ഒഴിക്കാം. നമുക്കൊന്ന് ഒത്തിരി ലൂസായിട്ട് പോകല്ല, ഇച്ചിരി കട്ടിക്ക് കിട്ടണം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ മിക്സിയിൽ നിന്ന് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് അടിച്ച് കട്ടകളുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഇതാക്കണേ. നമുക്കിത് മാറ്റി വെക്കാം. അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതൊന്ന് നല്ലോണം ചൂടാകട്ടെ. നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസ് ഏത്തക്കയാണ് ഇത് എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. മീഡിയം സൈസ് 3 നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത്തക്ക എടുക്കാം കേട്ടോ. ഇച്ചിരി പഴുത്ത ഏത്തക്ക ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇടണം. ഒരു 1/4 കപ്പ് തേങ്ങായും കൂടി ഇടണേ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് അവലൂടെ ഇടണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അവലൂടെ ഇടാവേ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഏത്തക്ക നല്ലോണം പഴുത്ത ഏത്തക്കാണെങ്കിൽ നല്ല ഇതാണ് കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ നല്ലോണം ഇത് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇടാവേ. 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇടാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഏത്തക്കയെല്ലാം നല്ലോണം ഉടച്ചെടുത്ത് നമുക്കൊന്ന് ഇതാക്കാവേ. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെച്ച് ഇതിൻ്റെ ചൂടൊന്ന് നല്ലോണം ആറട്ടെ. നല്ലോണം ആറിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കയ്യിൽ നെയ്യോ എണ്ണ എന്തെങ്കിലും തൂത്തിട്ട് നമുക്കിതൊന്ന് ചെറിയ ഉരുളകളാക്കി പിടിക്കണം കേട്ടോ. അപ്പോൾ അനുസരിച്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ വലിപ്പത്തിൽ പിടിക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയ ഒത്തിരി ചെറുതല്ല, എന്നാലും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഇതുപോലെ ഒരു വലിപ്പത്തിലുള്ള ഒരു ഉണ്ടകളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. മൊത്തമേ ഇതുപോലെ ആക്കി വെക്കാം. ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് സാധാരണ നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ മിക്സിലേക്ക് ഓരോന്നും മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടും. എണ്ണ ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ഇത് ഓരോന്നും ഇട്ട് മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബാറ്റർ ഉണ്ട്. നമുക്ക് ഓരോന്നും ഇതിലേക്ക് മുക്കി ഇതിലേക്ക് ഇടാം. എണ്ണയൊന്ന് നല്ലോണം ചൂടാകട്ടെ. ഓരോന്നോരോട്ട് ഇങ്ങനെ നമ്മൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഏത്തക്കായും കൂടി ഇത് അരച്ചാണ് ഈ ബാറ്റർ റെഡിയാക്കി വെക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെ മുക്കി ഇടാം. കുറച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നേ മുട്ടാതെ നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് അകത്തി കൊടുക്കണം. നമ്മൾ ആദ്യം ഇട്ടതും തിരിച്ചു മറിച്ച് വിടുക. ഉണ്ടോ? ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ ഏത്തക്കാപ്പം ഫ്രൈ ചെയ്യുന്ന പോലെ അതേ രീതി ഇതുപോലെ ഓരോന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാതെ എല്ലാം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കേട്ടോ. നമ്മൾ ഏത്തക്കായും അവലും ഒക്കെ നല്ലോണം ഇത് വേവിച്ചെടുത്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ പുറം ഭാഗം മാത്രം നമുക്കൊന്ന് മുരിഞ്ഞ് കിട്ടി വെച്ചാൽ മതി കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ പൊരിയെടുക്കാവേ. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊരിയെടുക്കാവേ. കണ്ടോ? സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഇതാണ് കേട്ടോ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് പുറഭാഗം നല്ല മുരിഞ്ഞും അകം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ഓരോന്നങ്ങ് മുക്കിയിട്ടാൽ മതിയേ.
ഇട്ട ശേഷം നമ്മളൊന്ന് മുട്ടാതെ ഒന്ന് നോക്കുക. സ്പൂണും കൊണ്ടൊന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കണം. ഇതിലിപ്പം മൊത്തത്തെ ഫ്രൈ ചെയ്ത് കാണിക്കാം നിങ്ങളെ. നമ്മൾ മൊത്തം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പുറവശം നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് വെക്കാവേ ഇതെല്ലാവേ. നേരെ ഇത്രയുണ്ട് കണ്ടോ. നല്ല പുറവശം നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അകവശം ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാം കേട്ടോ. ചൂടാണ്, ചൂട് കൊണ്ട് ഉണ്ടോ കാണാമല്ലോ. നല്ല ടേസ്റ്റാണിത്. നമുക്ക് എല്ലാവരും ഏത്തയ്ക്ക കിട്ടുമ്പോൾ, പഴുത്ത ഏത്തയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.